നമസ്കാരം. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പോലീസുകാരെയും തെറി വിളിച്ച യുവതിയെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയ വിവാദമായ സംഭവം തന്നെയായിരുന്നു യുവതിയുടെ തെറിവിളി. അതായത് ആ ദൃശ്യം നവമാധ്യമങ്ങളിലൂടെ വൈറലായതിനെ തുടർന്ന് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് യുവതിക്കെതിരെ വന്നുകൂടിയത്. എന്നാൽ പലരും എടുത്തു പറഞ്ഞത് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്തും യുവതിക്കൊപ്പം മുഖ്യമന്ത്രിയെ തെറിവിളിക്കാൻ മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ശ്രീകാന്ത് യുവതി വളരെ മോശമായ രീതിയിൽ തെറിവിളിക്കുന്നത് കണ്ടിട്ടും അത് തടയാനോ അല്ലെങ്കിൽ അത് നിർത്താനോ മുന്നിലോട്ട് വരാതെ അവരോടൊപ്പം കൂടി തെറിവിളിക്കുന്ന ഒരു സാഹചര്യം ആ ദൃശ്യത്തിൽ കണ്ടിരുന്നു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വൈറലായതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് കടന്നു വന്നത്. ഈ ദൃശ്യത്തിനെ തുടർന്ന് പബ്ലിക് കേരള വലിയ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തന്നെ നൽകിയിരുന്നു. തുടർന്നായിരുന്നു പോലീസ് നടപടി ഉണ്ടായിരുന്നത്. DYFI ബ്ലോക്ക് സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് കാസർഗോഡ് പോലീസ് ഇന്ന് യുവതിയെ അറസ്റ്റ് ചെയ്തത്. ഇതിനോടകം വ്യക്തമാകുന്നുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ തന്നെയാണ്. അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് യുവതിക്ക് ചുമത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതായത് മുഖ്യമന്ത്രിയെ തെറിവിളി നടത്തൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, റോഡ് ഉപരോധിക്കൽ എന്നീ കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു യുവതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് വലിയ വകുപ്പുകളൊന്നുമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് ഇതിനോടകം തന്നെ യുവതിക്ക് പുറമെ രണ്ട് കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള ചെറിയ രണ്ട് കുട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിച്ച് മുന്നിലോട്ട് വന്നിരുന്നു. ഇതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ശിക്ഷ ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇത്തരക്കാർക്ക് പോലീസ് ചുമത്തുന്നുള്ളത്. അതിൽ പോലീസിനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം IPC സെക്ഷനുകളിലേക്ക് കടന്നു പോയാൽ തന്നെ ജാമ്യം ലഭിക്കുന്ന, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന വകുപ്പുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെടുത്തു പറയുന്നത്. എന്നാലും യുവതിയെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയൊരു താക്കീതായി കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.